നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിയൻ എംബാപ്പയുടെ മികവ് അതാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആരാധകരാകെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ 2 ടോപ്പ് ക്ലാസ് ഗോളുകൾ കണ്ടു. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ തകർത്ത് തരിപ്പണമാക്കിയ റയൽ മാഡ്രിഡ് കളിക്ക് ശേഷം തിബോട്ട് കോർട്ടോയും സാബി അലോൺസോയും കിലിയൻ എംബാപ്പയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. തിബോട്ട് കോർട്ടോ ഇതിൽ പറയുന്നുണ്ട്, ഭാഗ്യം, എംബാപ്പ എൻ്റെ ടീമിലാണല്ലോ, അല്ലെങ്കിൽ അവൻ്റെ ഷോട്ട് ഞാൻ തടുക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കേണ്ടി വരുമല്ലോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് തിബോട്ട് കോർട്ടുവ പറയുന്നത്. കിലിയൻ എംബാപ്പെ അൺസ്റ്റോപ്പബിൾ ആണ് പറയുകയാണ് കോർട്ടുവ. കിലിയൻ എംബാപ്പെ ഈസ് അൺസ്റ്റോപ്പബിൾ. കളിയുടെ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു, എന്നോട് സ്വയം ഞാൻ പറഞ്ഞു, വാവ്, ഹൗ ലക്കി ആം ഐ ടു പ്ലേ വിത്ത് ഹിം. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ പറ്റുന്നതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. നോട്ട് ഹാവ് ടു ഫേസ് ഹിം എക്സെപ്റ്റ് വിത്ത് ഫ്രാൻസ്, കിലിയൻ ഈസ് ഓൺ അനദർ ലെവൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഫ്രാൻസിനെ നേരിടുമ്പോൾ ഒരു പക്ഷേ ബെൽജിയത്തിനായിട്ട് കളിക്കുമ്പോൾ കിലിയനെ നേരിടേണ്ടി വരും. അല്ല, ക്ലബിൽ അവൻ എൻ്റെ ടീമിലാണല്ലോ, അതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. കിലിയൻ തീർച്ചയായിട്ടും മറ്റൊരു ലെവലിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ തിബോട്ട് കോർട്ടോ പറയുമ്പോൾ ആ വാക്കുകളിലുണ്ട് റയൽ മാഡ്രിഡിൽ ഇപ്പോൾ കിലിയൻ്റെ സ്ഥാനം എന്താണ് എന്ന്. അപ്പം കിലിയൻ്റെ പ്രകടനത്തെക്കുറിച്ച് സാബി അലോൺസോയുടെ ഇന്നലത്തെ കളിക്ക് ശേഷം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി, കിലിയൻസ് പെർഫോമൻസ് വാസ് സോ ഗുഡ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതേസമയം തന്നെ അവനും വിനിയും തമ്മിലുള്ള കണക്ഷൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. പിന്നെ അവൻ്റെ 2 ഗോളുകളും ആ അസിസ്റ്റും അതൊക്കെ മികച്ചതായിരുന്നു. ഐ എൻജോയ്ഡ് എവറിത്തിങ് അബൌട്ട് ഇറ്റ് എന്നാണ് സാബി അലോൺസോ പറയുന്നത്. ചുരുക്കത്തിൽ റയലിൽ എംബാപ്പയാണെല്ലാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.